ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ. അവിടുത്തെ പിക്ചറാണ് നിങ്ങൾ ഫസ്റ്റിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുത്തപ്പൻ്റെ ഇമേജ് അവിടെ മുത്തപ്പൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമേജാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ കൂടെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. എന്നാൽ കൂടി ഞാൻ ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വാൽക്കണ്ണാടി വെച്ചിട്ടാണ് ഞാനിന്ന് ഇതൊക്കെ വരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് വൈറ്റ് കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കളറ്. ഇപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛനും ഹസ്ബൻഡും ഞാനും മകനും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ധാൻഷി ബേബിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഉറക്കം വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ പോകാനും ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഏതാണ്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. കാരണം അവൻ വണ്ടിയിൽ ഇരിക്കുമ്പോൾ എന്തായാലും ഉറങ്ങും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി അവന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും എണീക്കത്തില്ല. അപ്പോൾ ആൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കുറേ അങ്ങോട്ട് എത്തിയപ്പോഴാണ് കേട്ടോ ഉറങ്ങിയത്. കുറേ സമയം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നോക്കിയിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ പോകുന്ന സ്ഥലം നിരുവമ്പ്രം നെങ്ങാനം പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അത്യാവശ്യം ചെറിയൊരു ബ്ലോക്കും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം 1:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് നമ്മൾ പോകുന്ന സ്ഥലമാണെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ധൻഷു ബേബി ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരുന്നു. സാധാരണ അവൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ എണീച്ച് നിൽക്കും. ഉറക്കമൊന്നും വരുന്നില്ല എങ്കിൽ. ഉറക്കം വരുന്നതാണെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് സാധനം മേടിക്കാനാണ് ഹസ്ബൻഡും അച്ഛനും കൂടെ പോകുന്നത് നന്ദിലത്തിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് അവർ.
അപ്പോൾ അവർ വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കിതോ ഭയങ്കര ചൂടാട്ടോ, വണ്ടിക്ക് അകത്തിരിക്കാൻ പറ്റത്തില്ല, പുറത്തും ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നൊരു പില്ലോ എടുത്തത് ഇതുപോലെ വീശുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ പുറത്തൊക്കെ. നമ്മളങ്ങനെ അധികം പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവില്ല. അഥവാ നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ ആണല്ലോ നമ്മൾ ഇറങ്ങുക. നല്ല ചൂടാണ്. അപ്പോൾ നമ്മളെ സാധനം ഇത് ഡിക്കിയിലേക്ക് വെക്കുന്നുണ്ട്. ഒരു ഫാനായിരുന്നു കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഹൗസ് വാമിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിപ്പം ഉച്ച കഴിഞ്ഞതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുത്തപ്പൻ ഉണ്ട് കേട്ടോ. അപ്പോൾ മുത്തപ്പനെ കാണാൻ പറ്റിയത് തന്നെ ഭയങ്കരമായിട്ടൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു കേട്ടോ. ഒരു യാഗം കഴിഞ്ഞു, ഒരു വൃഷ്ടിയുമായി അല്ലേ, ശുഭമല്ലേ? മുത്തപ്പൻ ആദ്യം കണ്ട ലക്ഷണത്തിലൊന്നും പിഴയൊന്നുമില്ലല്ലോ. ഒരു ശുഭലക്ഷണത്തിന്റെ അവസ്ഥ എന്റെ കർമ്മമുഖത്തിനൊക്കെ. അതുപോലെ ഒരു യാഗ അന്ത്യത്തിനും ഒരു വൃഷ്ടി സമൂഹത്തിന് അവിടെ ഇപ്രകാരം രൂപകൽപ്പിതം ചെയ്തിരിക്കുന്ന വഴികളൊക്കെയും ഈ സ്ഥലത്ത് മാത്രമല്ല മറ്റ് പല വേദികളിലും ചെയ്യുന്ന സ്ഥലത്തൊന്നും അനർത്ഥം കൂടാതെയായ ലക്ഷ്യങ്ങളൊക്കെ വരുത്തി തൻ്റെ പൂർവികന്മാർ കർമ്മം ചെയ്തിരിക്കുന്ന എന്നെ മുത്താച്ചി വളപ്പിൽ അഭിഷ്ഠാനമുൻ വീതമായിട്ട് പ്രായകാലങ്ങൾ തൊണ്ടച്ചനും മതിച്ച മസ്താനാഭിമാനമുള്ള ദൈവം കണ്ടാളുകളും മൺമറഞ്ഞിരിക്കുന്ന ഒരു ദിനവും പരാശക്തിയും എന്ന ഉറങ്ങാനും ഇവരൊക്കെയുള്ള ആരൂഢപതിയായിരിക്കുന്ന ധർമ്മദൈവത്തെ പ്രാർത്ഥിച്ച് നീ എന്ത് കൽപ്പന ചെയ്താലും അത് ശുഭമായിട്ടേ വരും. ഇന്നലെ വരെ അതിന് നീ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ അകത്തുള്ള സമയത്ത് മുത്തപ്പൻ അകത്തുള്ള സമയത്ത് കുറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇത് പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് ആൾക്കാർ കുറി മേടിക്കുന്ന കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മാമനാണ്. മാമൻ്റെ പേര് മഹേഷ് എന്നാണ് കേട്ടോ. മാമൻ്റെ ഒരു എൻജിനീയറാണ്. അപ്പോൾ മാമൻ്റെ ഡിസൈനിങ് ആണ് ഈ ഒരു ഹോം കേട്ടോ. വളരെ സിമ്പിളായിട്ട് എന്താ പറയുക, എല്ലാ പണികളും ഒരുങ്ങിയൊരു നല്ല വീടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് വാമിംഗ് ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ റിലേഷനിൽ പെട്ടവരാണ്. ഈ മാമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ റിലേഷനിൽ പെട്ട ആളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നിമിഷങ്ങൾ ഒരുപാട് എന്താ പറയുക ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ മുത്തപ്പൻ്റെ കയ്യിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കുറി മേടിക്കുക അല്ലെങ്കിൽ അനുഗ്രഹം മേടിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് എന്താ പറയുക മനസ്സ് നിറഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ മുത്തപ്പനൊക്കെ മുടിയൊക്കെ അയച്ചിട്ടുണ്ട് ഏതാണ്ട്. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.